ഹായ് ഫ്രണ്ട്സ്, ട്രേസ് ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയാണ് കുമ്പളങ്ങ ഇട്ട് വെച്ച മോരുകറി. അതിനുമുമ്പായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അതിനായിട്ട് 500 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു മീഡിയം സൈസിൻ്റെ ഹാഫ്. പിന്നെ ഞാനിവിടെ 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതോടൊപ്പം നമുക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുക്കറിനകത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കാം നമുക്കിത്. നമുക്ക് ഈ സമയത്ത് ഇതിന് വേണ്ട അരപ്പ് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഇത് കാരണം കാണാൻ പറ്റുന്നില്ല. 5-6 അല്ലി വെളുത്തുള്ളിയാണത്. പിന്നെ ഒരു പച്ചമുളക്. നേരത്തെ നമ്മൾ കുമ്പളങ്ങയുടെ കൂടെ ഒരു 3 പച്ചമുളക് ഇട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിടാം. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിനി വെള്ളം ഒഴിക്കാതെ വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോരുകറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് പോകും. നമുക്കിനി ഇത് അരച്ചെടുക്കാം. അങ്ങനെ കുമ്പളങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 2 വിസിൽ മതിയായിരുന്നു അതൊരു വെന്ത് കിട്ടാനായിട്ട്. പിന്നെ അരപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തതാണ്. ഒരുപാട് അങ്ങോട്ട് അടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ആദ്യം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കുമ്പളങ്ങയിലോട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈരും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട കടുക് നമുക്ക് പൊട്ടിക്കാം. ഇവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി അങ്ങനെ മൂത്തിട്ടുണ്ട്. ഒരു സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. നമുക്കിനി കടുക് പൊട്ടിച്ചത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യാവുള്ളൂ, തിളപ്പിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നമുക്കിനി കടുക് പൊട്ടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ചെറിയൊരു ചൂടാവണം, ഇത് തിളക്കരുത്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ഇട്ട് വെച്ച മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതുപോലൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.